Good morning. Next topic, independent branches. So, നമ്മൾ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് എന്താണെന്നുള്ളത് കണ്ടു. ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് എപ്പോഴും ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസ് ആണ്. ഹെഡ് ഓഫീസിലാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ അക്കൗണ്ടുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബ്രാഞ്ചിൽ ജസ്റ്റ് ട്രാൻസാക്ഷൻസ് നടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് ആണെന്നുണ്ടെങ്കിലും ക്യാഷ് ആണെന്നുണ്ടെങ്കിലും എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഹെഡ് ഓഫീസിലാണ്. അതുപോലെ തന്നെ തിരിച്ച് ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് റിസീവ് ചെയ്യുകയാണെങ്കിലും ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് അല്ലെങ്കിൽ ക്യാഷ് ഫ്രം സെയിൽ എല്ലാം ഹെഡ് ഓഫീസിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഹെഡ് ഓഫീസ് അക്കൗണ്ടിലാണ്. പക്ഷേ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ സൈസ് ഓഫ് ദ ബിസിനസ് ലാർജ് ആകുന്ന സിറ്റുവേഷനിലാണ് ഈ ബ്രാഞ്ചസിനെ ഇൻഡിപെൻഡന്റ് യൂണിറ്റുകളായിട്ട് മാറ്റുന്നത്. സോ ഈ ബ്രാഞ്ചസിന് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടിങ് അതായത് അവർ ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെയാണ് accounts maintain ചെയ്യുന്നത്. So independent branches is one which carry its business independently but functions as a part of head office. It maintains complete record of its book of accounts under double entry system. ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് കൂടാതെ അവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഗുഡ്സ് വാങ്ങിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള സെയിൽസ് പോളിസി കൊണ്ടുവരാം. എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിലും അവർ മീറ്റ് ചെയ്യുന്നത് അവരുടെ സ്വന്തം ഫണ്ടുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കണം, റെമിറ്റ് ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. അവരുടെ തന്നെ അക്കൗണ്ടിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവരുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആ ക്യാഷ് യൂസ് ചെയ്യുന്നു. ഇനി ക്യാഷ് ഹെഡ് ഓഫീസിലേക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. അത് സർപ്ലസ് ഫണ്ട് ഉണ്ടാകുന്ന സമയത്തും അതേപോലെ തന്നെ ഹെഡ് ഓഫീസിന് എന്തെങ്കിലും ഫണ്ടിന്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ബ്രാഞ്ചുകൾ ഹെഡ് ഓഫീസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അല്ലാത്ത സാഹചര്യത്തിൽ ബ്രാഞ്ചുകൾ തന്നെയാണ് അവരുടെ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഈ ബ്രാഞ്ച് അക്കൗണ്ടുകൾ ബ്രാഞ്ച് ഒരു ഇൻഡിപെൻഡന്റ് ബിസിനസ് യൂണിറ്റ് ആയിട്ടാണ് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്നത്. ഹെഡ് ഓഫീസിൽ അതിൽ ഇന്റർഫെയർ ചെയ്യേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. പക്ഷെ അതിന്റെ ഒരു ബ്രോഡ് ഗൈഡ് ലൈൻസ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഹെഡ് ഓഫീസാണ് അതിന്റെ സ്റ്റാർട്ടിങ്ങിലെല്ലാം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ചിന് ആവശ്യമായിട്ടുള്ള പ്രിമൈസസ് അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഹെഡ് ഓഫീസ് ആയിരിക്കും. അതൊഴിച്ചാൽ ബാക്കിയുള്ള പിന്നീടുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്രാഞ്ചുകളാണ്. ഇനി ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ അക്കൗണ്ടിങ്ങിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് ഹെഡ് ഓഫീസിൽ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ ബ്രാഞ്ചിലും ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യും. ഹെഡ് ഓഫീസ് ഓപ്പൺ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസും അതുപോലെ തന്നെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് ബാലൻസും ഈക്വൽ ആയിരിക്കും. കാരണം ഈ ഓരോ ട്രാൻസാക്ഷൻസും രണ്ട് അക്കൗണ്ടിലും ഈക്വൽ ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുക. പക്ഷെ ഓപ്പോസിറ്റ് എൻട്രീസ് ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടും അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഈ കേസിൽ നോക്കുക, ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും. സോ ഈ ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് അതിന്റെ ഓരോ ബ്രാഞ്ചസിലുമുള്ള ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അസറ്റ് ആണ്, അവരുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ അതൊരു അസറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഹെഡ് ഓഫീസ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇത് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുപോലെ തന്നെ അസറ്റുകൾക്ക് ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇതിന്റെ ഈ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ഓരോ ബ്രാഞ്ചിന്റെ ട്രാൻസാക്ഷൻസ് കഴിഞ്ഞാലും ലാസ്റ്റ് വരുന്ന ബാലൻസിനെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അനദർ ഇമ്പോർട്ടന്റ് എൻട്രി എന്ന് പറയുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. ഈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചസിന് കൈമാറുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള എൻട്രി തന്നെയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആണ് നമ്മൾ പാസ് ചെയ്യുക. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച്. സിമിലർലി ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് വല്ല ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് അത് റെക്കോർഡ് ചെയ്യുക ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് കൊടുക്കുന്ന
ക്യാഷ് ആണ്. ഇനി ഹെഡ് ഓഫീസിലേക്ക് തിരിച്ച് ക്യാഷ് റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുന്നു. സോ ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നോർമലി വരാറുള്ളത്. ഇത് നമ്മൾ ഇനി ബ്രാഞ്ചിന്റെ ബുക്കില് എങ്ങനെയാണ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ബ്രാഞ്ചിന്റെ ബുക്കിൽ നോക്കുക, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ബ്രാഞ്ചിനെ സംബന്ധിച്ച് ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. കാരണം ബ്രാഞ്ചിനെ സംബന്ധിച്ച് അതൊരു ലയബിലിറ്റി ആണ്. ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് ബാലൻസ് ഒരു ലയബിലിറ്റി ആണ്, അതായത് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആണ്. ഓക്കെ, സോ ഈ 25,000 രൂപ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. ഇനി ഇതിന്റെ ബാലൻസ് വരുന്ന 45,000 എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. അതുകൊണ്ടാണ് ഓപ്പണിംഗ് ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസും ക്ലോസിംഗ് ക്യാപിറ്റലിന് ഡെബിറ്റ് ബാലൻസും വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻട്രി പറയുന്നത് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച്. നമ്മളിവിടെ ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്ന എൻട്രി നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ് ടു ഹെഡ് ഓഫീസ്. അതായത് ബ്രാഞ്ചിനെ സംബന്ധിച്ച് എന്താണോ റിസീവ് ചെയ്യുന്നത്, അതായത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിലുള്ള റൂള്. സോ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട് കംസ് ഇൻ, ബ്രാഞ്ചിനെ സംബന്ധിച്ച് അങ്ങോട്ട് വന്നിട്ടുള്ള ഐറ്റം ആണ്. സോ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ആരിൽ നിന്നാണോ വന്നിട്ടുള്ളത്, അതായത് ക്രെഡിറ്റ് ദ റിസീവർ, ആരിൽ നിന്നാണോ, ഡെബിറ്റ് ദ ഗിവർ ക്രെഡിറ്റ് ദ റിസീവർ എന്നാണ് പറയുന്നത്. സോ ഹെഡ് ഓഫീസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിനെ സംബന്ധിച്ച് തിരിച്ചു പോവുകയാണെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് റിട്ടേൺ ടു ബ്രാഞ്ച്. അതായത് ഇവിടെ പാസ് ചെയ്തിട്ടുള്ള എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, അതും നമ്മൾ നേരത്തെ ഹെഡ് ഓഫീസ് ബുക്കിൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള എൻട്രിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബാലൻസ് എപ്പോഴും ടാലി ആയിരിക്കും. ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്ത് ഹെഡ് ഓഫീസ് അക്കൗണ്ടിന്റെ ബാലൻസും ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസും സെയിം ആയിരിക്കും. 45,000 തന്നെയാണ് വന്നിട്ടുള്ളത്, ഇവിടെയും 45,000 തന്നെയാണ്. ഓക്കെ, ഇനി ഫൈനലി ഒരു ഇയർ അവസാനിക്കുന്ന സമയത്ത് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. അതിന്റെ എല്ലാം കോപ്പീസ് ഹെഡ് ഓഫീസിന് കൈമാറുന്നു. ഹെഡ് ഓഫീസ് ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ ട്രയൽ ബാലൻസ്, ബ്രാഞ്ചിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള ട്രയൽ ബാലൻസ് എല്ലാം റിസീവ് ചെയ്തിട്ട് അതിനെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അവരൊരു ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. സോ ഇതാണ് നോർമലി ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിന്റെ കേസിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഈ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഇറ്റ് മെയിൻറ്റെയിൻസ് കംപ്ലീറ്റ് ബുക്ക് ഓഫ് അക്കൗണ്ട് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. രണ്ടാമത്തെ ഫീച്ചർ, ദ ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് എ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ഇറ്റ്സ് ബുക്സ്. നമ്മൾ നേരത്തെ കണ്ടു, ബ്രാഞ്ചിൽ എന്തുണ്ടായിരിക്കും, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഓൾ ദ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് ആർ റെക്കോർഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. ഇനി ഹെഡ് ഓഫീസ് ഓൾസോ മെയിൻറ്റെയിൻസ് എ ബ്രാഞ്ച് അക്കൗണ്ട്. ഹെഡ് ഓഫീസിൽ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ദീസ് ടു അക്കൗണ്ട്സ് ആർ പേഴ്സണൽ ഇൻ നാച്ചർ. ബ്രാഞ്ച് അക്കൗണ്ട് ഷോസ് ഡെബിറ്റ് ബാലൻസ്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഷോസ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദ സെയിം എമൗണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഫീച്ചർ പറയുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ബ്രാഞ്ച് പ്രിപ്പയർസ് ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് സെൻഡ് കോപ്പീസ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ടു ഹെഡ് ഓഫീസ് ഫോർ ഇൻകോർപ്പറേഷൻ. Then, on receiving the final accounts from branch, head office reconcile the balances in the head office account as shown in branch trial balance with the branch account balance in its books. If there is any difference, the same is to be adjusted by passing adjustment entries. ഇവിടെ ഹെഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടും ബ്രാഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസ് അക്കൗണ്ടും ടാലി ആവണം. അതിൽ റീകൺസിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. Okay, after passing adjustment entries, head office passes necessary journal entries to incorporate the branch trial balance in its books. Head office ലാസ്റ്റ് ആവശ്യമായിട്ടുള്ള ജേണൽ എൻട്രീസ് പാസ് ചെയ്തിട്ട് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ബ്രാഞ്ച് ട്രയൽ ബാലൻസിനെ അതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇത്രയും പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് ഓരോ അഡ്ജസ്റ്റ്മെന്റുകളാണ്. അതായത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സുകൾ ആവശ്യമായിട്ട് വരിക. അതിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സാധാരണയായിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്.
അതിൽ എന്താണെന്ന് നോക്കാം. ഗുഡ്സ് മേ ബി സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് ഓൺ എ പെർട്ടിക്കുലർ ഡേ ബട്ട് മേ റീച്ച് ദ ബ്രാഞ്ച് ആഫ്റ്റർ സം ടൈം. ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് എത്തിയിട്ടുണ്ടാവില്ല. സോ അങ്ങനെ വരുന്ന സമയത്ത് ഹെഡ് ഓഫീസിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഹെഡ് ഓഫീസിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിൽ ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് എവിടെ എത്തിയിട്ടുണ്ടാവില്ല? ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ടാവില്ല. സോ ബ്രാഞ്ചിൽ എത്താത്ത സ്ഥിതിക്ക് അവിടെ ഒരു മിസ്മാച്ചിങ് വരും. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒന്നുകിൽ ഹെഡ് ഓഫീസ് adjustment entry is required to be passed either in head office or in branch. ഒന്നുകിൽ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ അക്കൗണ്ടിലാണ് എൻട്രി പാസ് ചെയ്യേണ്ടതായിട്ട് വരിക. ബോത്ത് അല്ല, ഇതിൽ മിസ്റ്റേക്ക് ആണ്. ഒന്നുകിൽ ഹെഡ് ഓഫീസിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യണം. ഓക്കെ, സോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്താണെന്ന് നോക്കാം. ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ, അതായത് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ നമുക്കറിയാം എങ്ങനെയാണ്. ഹെഡ് ഓഫീസിന്റെ ബുക്ക് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. സോ ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി പാസ് ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഗുഡ്സിൽ പിന്നെ മുഴുവനും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, എത്തിയിട്ടുണ്ടാവില്ല, ബ്രാഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. സോ അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എൻട്രി പാസ് ചെയ്യും. അവിടെ എത്താത്ത സാഹചര്യത്തിൽ നമ്മൾ അതിനെ അത്രയും കുറയ്ക്കണം. അപ്പം അത്രയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ബൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നത്. ബൈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ വേയിലുള്ള ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. അത്രയും എമൗണ്ടുകൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ബ്രാഞ്ച് അക്കൗണ്ടിൽ നടക്കുന്നത്. ഇനി ഇത് നമ്മൾ പാസ് ചെയ്യുന്നത് ഇൻ ദ ബുക്സ് ഓഫ് ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ, ബ്രാഞ്ചിന്റെ ബുക്സിൽ എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫീസ് അക്കൗണ്ടിലാണ് ഇത് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യുന്നത് എങ്കിൽ നമുക്കറിയാം ഈ ഒരു എൻട്രി എങ്ങനെയായിരിക്കും. ബൈ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബൈ ഗുഡ്സ് അക്കൗണ്ട് അപ് ടു ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എത്ര ഗുഡ്സ് ആണോ റിസീവ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. എത്ര ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്നും കിട്ടി, ആ കിട്ടിയ ഗുഡ്സ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ കിട്ടിയ ഗുഡ്സും ഈ പോന്ന ഗുഡ്സ്, ഇപ്പൊ സപ്പോസ് ഇത് ഒരു 1 lakh ആണെന്നുണ്ടെങ്കിൽ ഈ 1 lakh ഗുഡ്സും ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. ഇവിടെ ചിലപ്പം 80,000 ഗുഡ്സ് മാത്രമേ എത്തിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി 20,000 ഇൻ ട്രാൻസിറ്റ് ആണ്. സോ അതും കൂടെ നമ്മൾക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ബൈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ബാക്കി 20,000 റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്ന് പറയുന്നത്. സോ ഒന്നുകിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രമേ ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യുള്ളൂ. സോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് ഓർ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ് ടു ഹെഡ് ഓഫീസ്. ഓക്കെ, അടുത്തത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഇതും അതുപോലെയുള്ള ഒരു സാഹചര്യമാണ്. Branch may send cash to head office frequently at the end of the accounting period. ഇത് നോർമലി ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആവശ്യമായിട്ട് വരിക മാർച്ച് 31 നമ്മുടെ ക്ലോസിംഗ് വരിക. സോ ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന ആ സമയത്ത് ചിലപ്പം, അല്ലെങ്കിൽ ഇപ്പൊ ഡിസംബർ 31 ആ സമയത്ത് ചിലപ്പം ഗുഡ്സോ അല്ലെങ്കിൽ ക്യാഷോ ഹെഡ് ഓഫീസിൽ നിന്നും സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ബ്രാഞ്ചിൽ റിസീവ് ചെയ്തിട്ടില്ല. ആ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിന്റെ ആവശ്യം വരിക. So at the end of the accounting period, if there is any cash in transit, it should be adjusted just like goods in transit. Here also adjustment entry is passed either in the books of head office അല്ലെങ്കിൽ in the books of branch. Okay, so adjustment entry normally principle പ്രകാരം രണ്ടിലും പാസ് ചെയ്യാമെങ്കിലും adjustment entry is passed in the books of head office. ഹെഡ് ഓഫീസിലുള്ള ബുക്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിലാണ് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യുന്നത്. സോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച്. ഓക്കെ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് പോലെ തന്നെയുള്ള എൻട്രിയാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച്. ഓക്കെ, ദ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യം വരുന്നത് ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് ചാർജബിൾ ടു ബ്രാഞ്ച്. ചില സമയത്ത് ഹെഡ് ഓഫീസ് അവർക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസുകൾ, ലൈക്ക് അവര് കൊടുത്തിട്ടുള്ള എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള സാലറി അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസസ് എല്ലാം ഹെഡ് ഓഫീസിലായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇറ്റ് മേ റിലേറ്റ് ടു ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് അവർക്ക് വന്ന എക്സ്പെൻസസുകളെല്ലാം അവര് ഓരോ ബ്രാഞ്ചിലേക്ക് അലോക്കേറ്റ് ചെയ്യും.
അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വരുന്ന എൻട്രിയാണ് ഈ ഒരു ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് ചാർജബിൾ ടു ബ്രാഞ്ച്. അതായത് ഹെഡ് ഓഫീസിലാണ് ആക്ച്വലി എക്സ്പെൻസസ് വന്നിട്ടുള്ളത്, പക്ഷേ അത് എന്തിലേക്കാണ് ചാർജ് ചെയ്യുന്നത്? ബ്രാഞ്ചിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഈ സാഹചര്യത്തിൽ നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നത് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ഈ എൻട്രി പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റർ ടു എക്സ്പെൻസസ്. ഇനി ബ്രാഞ്ചിലാണ് ഈ എൻട്രി പാസ് ചെയ്യുന്നത് എക്സ്പെൻസസ് അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ്. ഓക്കെ, സോ ഈ രണ്ട് അക്കൗണ്ടിലും, രണ്ട് ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ് അക്കൗണ്ടിലും ബ്രാഞ്ച് അക്കൗണ്ടിലും ഈ ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്യേണ്ടതുണ്ട്. സോ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസിലാണ് എൻട്രി പാസ് ചെയ്യുന്നതെങ്കിൽ ബ്രാഞ്ച് ടു എക്സ്പെൻസസ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന ബുക്സിൽ ഉണ്ടാവുക. ഓക്കെ, അടുത്തത്